തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വൻ മുന്നേറ്റം ഉണ്ടാക്കണമെന്ന ബിജെപി കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം കേരളത്തിൽ നടപ്പിലായില്ല. വോട്ട് ശതമാനം 25% വർദ്ധിപ്പിക്കണമെന്നായിരുന്നു കേന്ദ്ര നിർദ്ദേശം. എന്നാൽ 15% താഴെ മാത്രമാണ് ബിജെപിയുടെ വോട്ട് വിഹിതം. എല്ലാ വാർഡുകളിലും മത്സരിക്കുക, പരമാവധി ഇടങ്ങളിൽ ജയിക്കുക, വോട്ട് വിഹിതം 25% ആക്കുക എന്നിങ്ങനെയായിരുന്നു കേന്ദ്ര നേതൃത്വം സംസ്ഥാന ബിജെപിക്ക് നൽകിയ നിർദ്ദേശം. എന്നാൽ ഈ തീരുമാനങ്ങളൊന്നും നടപ്പിലാക്കാൻ സംസ്ഥാന നേതൃത്വത്തിന് സാധിച്ചിട്ടില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെയും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെയും വോട്ട് വിഹിതത്തിൽ നിന്നും പിന്നോട്ട് പോവുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അന്തിമ കണക്ക് പ്രകാരം 14.71% വോട്ടുകൾ മാത്രമാണ് ബിജെപിക്ക് ലഭിച്ചിരിക്കുന്നത്. വിജയിച്ച വാർഡുകളുടെ എണ്ണത്തിലും കാര്യമായ മുന്നേറ്റമില്ല. തിരുവനന്തപുരം കോർപ്പറേഷനിൽ വലിയ ഒറ്റക്കക്ഷിയായി മാറാൻ സാധിച്ചതാണ് സംസ്ഥാന നേതൃത്വം നേട്ടമായി ഉയർത്തിക്കാട്ടുന്നത്. അതേസമയം കയ്യിലുണ്ടായിരുന്ന പന്തളം നഗരസഭയിലടക്കം LDF അട്ടിമറി വിജയം നേടിയത് ബിജെപിക്ക് വലിയ ക്ഷീണം ചെയ്തിരുന്നു. പാലക്കാട് നഗരസഭയിലും കേവല ഭൂരിപക്ഷം നഷ്ടമായി. പിടിച്ചെടുക്കുമെന്ന് അവകാശപ്പെട്ട മുനിസിപ്പാലിറ്റികളടക്കം പ്രതീക്ഷിച്ച മുന്നേറ്റമുണ്ടാക്കാനും ബിജെപിക്ക് സാധിച്ചില്ല. നിരവധി വാർഡുകളിൽ സ്ഥാനാർത്ഥികൾ നിർത്താൻ പോലും കഴിഞ്ഞില്ല. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായെങ്കിലും മേയർ സ്ഥാനാർത്ഥി ആരെന്നത് സംബന്ധിച്ചുള്ള തർക്കവും രൂക്ഷമായിട്ടുണ്ട്. VV രാജേഷിന് വേണ്ടി RSS നേതൃത്വം ഉൾപ്പെടെ രംഗത്ത് വന്നിട്ടുണ്ട്. അതേസമയം R ശ്രീലേഖയ്ക്ക് വേണ്ടിയും ഒരു വിഭാഗം നേതാക്കൾ ചരടുവലി നടത്തുന്നു. ഇക്കാര്യത്തിൽ സമവായത്തിലെത്താൻ പറ്റാത്തത് സംസ്ഥാന നേതൃത്വത്തിന് വലിയ തലവേദനയായിരിക്കുകയാണ്. PV കുട്ടൻ, കോഴിക്കോട്.